മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 3/5/1971 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകമാണ് നക്ഷത്രം, മകം 2-ാം പാദം. ധനുലഗ്നം. 2-ൽ കുജൻ രാഹു, 3 ശൂന്യം, 4-ൽ ബുധൻ ശുക്രൻ, 5-ൽ സൂര്യൻ, 6-ൽ ശനി, 7 ശൂന്യം, 8-ൽ കേതു, 9-ൽ ചന്ദ്രൻ, 10-11 ഭാവങ്ങൾ ശൂന്യം, 12-ൽ വ്യാഴം, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. പുരുഷ ജാതകമാണിത്. ധനുലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം 12-ൽ വ്യയസ്ഥാനത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നു. നല്ലതല്ല. പ്രത്യേകിച്ചും 6, 8, 12 ഈ 3 ഭാവങ്ങളും വ്യാഴത്തെ സംബന്ധിച്ച് അത്ര വലിയ അനുകൂല ഭാവങ്ങളല്ല. എന്നാൽ വ്യാഴം ആണ് എന്നതുകൊണ്ടുള്ള ഒരു ചെറിയ ഗുണം അവിടെ ഉണ്ടാകുമ്പോഴും ആ ചെറിയ ഗുണത്തിൻ്റെ തന്നെ പവർ, ശക്തി, ബലം വളരെ വലുതാണ് എന്ന് ഇനി അങ്ങോട്ടുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാവും. 12-ൽ നിൽക്കുന്ന വ്യാഴം ഗുളികനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുളികൻ ഏത് രാശിയിൽ ആർക്കൊപ്പം നിൽക്കുന്നുവോ ആ രാശിയെയും പിടിക്കും, അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ഗ്രഹത്തെയും പിടിക്കും. എന്ന് വെച്ചാൽ ബലം കുറയ്ക്കുമെന്ന് സാരം. ഇവിടെ ലഗ്നാധിപനാണ്, വ്യാഴത്തിൻ്റെ പുത്രൻ തന്നെയാണ് ഈ വ്യക്തി. ധനസ്ഥാനത്ത് 2-ൽ കുജൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു. അവിടെ രാഹു ഉണ്ട്. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ആർത്തി സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന, ആർത്തി സ്വഭാവം കാണിക്കുന്ന, സൂത്രബുദ്ധി കാണിക്കുന്ന ഒരു ശീലം, സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വ്യക്തി അങ്ങനെ തന്നെയാണ്. ഈ സൂത്രബുദ്ധി, കൗശലം, അല്പസ്വല്പം പാരവയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ജാതകം കൂടാണിത്. എന്താണെന്ന് വെച്ചാൽ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഈ 4 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം 12-ൽ ഗുളികനോടൊത്ത് നിൽക്കുകയും അതേ ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും 2-ൽ നിൽക്കുന്ന രാഹു 12-ലേക്ക്, അതായത് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. ഈ വ്യക്തിക്ക് ലഗ്നത്തിന് ഏതെങ്കിലും രീതിയിൽ രാഹു ഗുളികൻ ബന്ധം വന്നു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾക്ക് സൂത്രബുദ്ധി, കൗശലബുദ്ധി പോലെയുള്ള നയത്തിൽ നിന്ന് കാര്യം സാധിച്ചെടുക്കുന്ന ഒരു ബുദ്ധി ഇത്തരക്കാർക്ക് സഹജമായി തന്നെ കണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്നർത്ഥമില്ല. വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി കൃത്യമായിട്ട് അത്തരം ഭാവങ്ങളിലേക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും മാറ്റം വരുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇവിടെ വ്യാഴം നിൽക്കുന്നത് തന്നെ അല്പം മോശമായിട്ടാണ്. ഗുളികനോടൊത്താണ്, 12-ലാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ധനസ്ഥാനത്ത് കുജൻ ഉച്ചസ്ഥനായി നിൽക്കുന്നത് വളരെ വളരെ നല്ലത് തന്നെയാണ്. അത് ആർക്ക് നിന്നാലും. പക്ഷേ ഇവിടെ രാഹു നിൽക്കുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരല്പം ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഓടിപ്പാഞ്ഞ് നടക്കുക, ധനപരമായിട്ട് എങ്ങനെയും കാശുണ്ടാക്കുക എന്ന് പറയുന്ന ചിന്തകളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ ഇവിടെ 5-ാം ഭാവാധിപൻ കൂടാണ് കുജൻ. 2-ൽ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അതും മേൽപ്പറഞ്ഞ രീതിയിൽ സൂത്രബുദ്ധി, തലച്ചോറ് സൂത്രബുദ്ധികൾക്കായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണം കൂടാണ്. 5-ൽ സൂര്യൻ നിൽക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി, അതായത് KSEBയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ മേടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് കൈക്കൂലി ആവശ്യപ്പെട്ട്, എന്തോ ഒരു ആവശ്യം സാധിക്കുന്നതിനായി കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം കൈക്കൂലി കൊടുക്കാൻ തയ്യാറായി. ശരി. പക്ഷേ അത് ഇദ്ദേഹം വിജിലൻസിന് ആ വിവരം അറിയിച്ചിരുന്നു. വിജിലൻസ് അത് കൈയോടെ പിടിക്കുകയും പ്രസ്തുത ഉദ്യോഗസ്ഥന് തൻ്റെ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ചെയ്ത കാര്യമെന്ന് പറയുന്നത് ശരിയാണോ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. എന്നാൽ മാനുഷികപരമായി ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ എന്ന് ചിലർക്കെങ്കിലും തോന്നാം. കാരണം ഇവിടെ ലഗ്നാൽ 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉച്ചസ്ഥനാണ്, എല്ലാ കാര്യങ്ങളും ഒരു ന്യായം നോക്കുന്ന ശീലം, അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ന്യായം നോക്കുന്ന ശീലം എന്ന് തിരുത്തി പറയേണ്ടി വരും, ഉണ്ടാകും. അദ്ദേഹം ജോലി ചെയ്യിക്കാൻ ശ്രമിച്ചു, എതിർകക്ഷി കൈക്കൂലി ആവശ്യപ്പെട്ടു.
അദ്ദേഹം അത് സമ്മതിച്ചു. എന്നിട്ട് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തത് ശരി തന്നെയാണ്. 5-ൽ സൂര്യനാണ് ഇവിടെ നിൽക്കുന്നത്. ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. ന്യായം അദ്ദേഹത്തിൻ്റെ പക്ഷത്താണ്. കൈക്കൂലി ചോദിക്കുന്നത് തെറ്റ് തന്നെയാണ്. എന്നാൽ അദ്ദേഹം മറക്കുന്ന ഒരു കാര്യം, കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇന്നർ പ്ലാൻ, അതായത് ഉൾമനസ്സിലെ പദ്ധതിയാണ്. കൈക്കൂലി കൊടുക്കാം, എന്നിട്ട് വിജിലൻസിനെ ഏൽപ്പിക്കാം, എന്നിട്ടത് പിടിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഒരു ആത്മസുഖം അദ്ദേഹത്തിന് ലഭിക്കും. ചെയ്തതിൽ ശരിയുണ്ടോ? ഉണ്ട്. എന്നാൽ ചെയ്തതിൽ തെറ്റുണ്ടോ? തെറ്റുമുണ്ട്. ഇത്തരം ഒരു മാനസികാവസ്ഥ ഇത്തരം ഗ്രഹങ്ങൾ ഈ പൊസിഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സൂര്യൻ അവിടെ ന്യായചിന്തകൾ വരുത്തുമ്പോൾ 5-ാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന ഗ്രഹം ശക്തനായ കുജൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അപ്പോൾ ന്യായത്തിൻ്റെ കൂടെ ഒരല്പം അന്യായം കൂടെ അറിഞ്ഞോ അറിയാതെയോ ചേർക്കപ്പെടാം, അല്ലെങ്കിൽ ചേർക്കപ്പെടും, അല്ലെങ്കിൽ ചേർക്കപ്പെട്ട് മാത്രമേ അദ്ദേഹം അത്തരം കാര്യങ്ങളെ കാണുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 4-ൽ ഉച്ചസ്ഥനായി ശുക്രൻ, നീചനായി ബുധൻ അവിടെ വർഗോത്തമം ചെയ്തു നിൽക്കുന്നു എന്ന് വച്ചാൽ നവാംശത്തിലും ബുധൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെയാണ് എന്നർത്ഥം. 4-ൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ലത് തന്നെയാണ്. മാതാവിൻ്റെ സ്ഥാനം, വീടിൻ്റെ സ്ഥാനം ഒക്കെയാണ്. അപ്പോൾ ഒരു പ്രധാന ചോദ്യം, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾ വിളിച്ച സമയത്ത് നിലവിൽ ഇദ്ദേഹത്തിന് വീട് ആയിട്ടില്ല, വീടാകുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആകും, അല്ലെങ്കിൽ 100-ൽ 100% ആകും. അത് വലിയ വീട്, മാളിക പോലെയുള്ള ഭവനം തന്നെ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം അത്യാഡംബരത്തിൻ്റെ കാരകഗ്രഹമാണ് ശുക്രൻ. ഉച്ചസ്ഥനായി നിൽക്കുന്നു. അവിടെ ബുധൻ നീചനായി നിൽക്കുമ്പോൾ നീചഫലം ആദ്യം വരും. അതിനെ ഭംഗം ചെയ്ത ശേഷം മാത്രമേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോവുകയുള്ളൂ എന്നൊരർത്ഥം കൂടെ അതിനുണ്ട്. ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത, 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടാണ് ഇവിടെ നീചനായി നിൽക്കുന്നത്. ഉച്ചനായ ശുക്രനോടൊത്ത് വർഗോത്തമം ചെയ്ത ബുധനാണ്. അപ്പോൾ ആദ്യം ഒരല്പം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു അല്പം അലച്ചിലും ബുദ്ധിമുട്ടും ബാധ്യതയും ഒക്കെ വരാനുള്ള സാധ്യത, ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര ഓടാൻ ബുദ്ധിമുട്ടുള്ള, അല്പം ഡിലേ, താമസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് മാറും. 100-ൽ 101% മാറും. കാരണം ഉച്ചസ്ഥനായി ശുക്രൻ 4-ൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാളവ്യ യോഗമാണ്. മഹായോഗങ്ങളിലൊന്നായിട്ടുള്ള മാളവ്യ യോഗം തന്നെയാണ്. അപ്പോൾ ബുധൻ്റേതായിട്ടുള്ള നീചഫലത്തെ അവിടെ കെടുത്തുക വഴി അതൊന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും അവിടെ ഈ 2 ഗ്രഹങ്ങളും പിന്നീട് പോസിറ്റീവായി തന്നെ വർക്കാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം 12-ലാണെങ്കിൽ കൂടെ, ഗുളികനോടൊത്താണെങ്കിൽ കൂടെ അവിടേക്ക് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടിയുണ്ട്. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7, 9 ഈ 3 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി 4-ലേക്ക് വരുന്നുണ്ട്. അതും അങ്ങേയറ്റം നല്ലത് തന്നെയാണ്. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടാണ് ഇവിടെ ബുധൻ വർഗോത്തമം ചെയ്ത് ഉച്ചനായ ശുക്രനോടത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ വ്യാഴത്തിൻ്റെ പവർ, ഇവർക്കിടയിൽ ഭാര്യ ഭർത്താവ് ഈ 2 പേർക്കിടയിൽ തർക്കങ്ങളില്ല, വഴക്കുകളില്ല, എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായി പോകുന്നു. അപ്പോൾ വിവാഹകാരക ഗ്രഹം തന്നെ ഉച്ചസ്ഥനായി നിൽക്കുകയും അവിടെ 7-ാം ഭാവാധിപൻ നീചനാണെങ്കിൽ പോലും നിൽക്കുകയും അവിടേക്ക് ആ നീചഫലം സംഭവിക്കുന്നതിന് പകരം വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നതിനെ പോസിറ്റീവാക്കി. അപ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ലാത്ത പക്ഷം വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്കില്ല എങ്കിൽ ബുധൻ അവിടെയും നീചഫലങ്ങൾ വരുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 6-ലെ ശനി. 3, 6, 8, 11 ഭാവങ്ങളിൽ ശനി വളരെ നല്ലതാണ് എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എന്നിരുന്നാലും ശനി ആയതുകൊണ്ടും ശക്തനായതുകൊണ്ടും അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു കരുതൽ പ്രത്യേകിച്ചും വേണം. 6-ാം ഭാവാധിപൻ നിൽക്കുന്നത് ഉച്ചസ്ഥനാണ്. നീചനായ ഗ്രഹമോനോടൊത്തുണ്ട്. നവാംശത്തിലും ബുധൻ അവിടെ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പ്രസ്തുത ഗ്രഹത്തിലേക്കുള്ളതൊരു വലിയ ആശ്വാസം തന്നെയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ വൈദ്യസഹായം തേടേണ്ടതായിട്ടുള്ള കാരണങ്ങളുണ്ടായാൽ വൈദ്യസഹായം തേടുക. അതുപോലെ തന്നെയാണ് സന്താനസ്ഥാനം കൂടാണ് 5. ഇവിടെ ഇദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ എന്ന് വച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കുട്ടിയെ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. അതൊരർത്ഥത്തിൽ നല്ലതാണ്. പക്ഷേ അവിടെ ഒരു നെഗറ്റീവുണ്ട്. ആ കുട്ടി അതാഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കേണ്ടുന്ന ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം ചെയ്യുന്നത് അങ്ങേയറ്റം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ കുട്ടിയെ കൂടെ പരിഗണിച്ച് വേണം മറ്റുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്.
ഇവിടെ 5-ാം ഭാവാധിപൻ നിൽക്കുന്നത് രാഹുവിനോടൊത്താണ്. അപ്പോൾ രാഹു സൂത്രബുദ്ധികളുടെ ആശാനാണ്, കൗശലക്കാരനാണ്. അപ്പോൾ അത്തരം ചിന്തകളുണ്ടാകും. അപ്പോൾ അതിനെ പോസിറ്റീവാക്കി എടുക്കാനുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായേ തീരൂ. അല്ലെങ്കിൽ അതാണ് ഏറ്റവും ശാശ്വതവും നിലനിൽക്കുന്നത്. നമ്മളൊരു ഗുണം ഒരാൾക്ക് ചെയ്യുമ്പോൾ ആ ഗുണം അദ്ദേഹം അർഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ആവശ്യമുണ്ടോ എന്നുകൂടെ പ്രത്യേകം ചിന്തിക്കുക. അതെന്ത് ഗുണമായാലും ആർക്ക് ചെയ്താലും. അതല്ല എങ്കിൽ ഉപകാരം ഗുണമെന്ന പേരിൽ ചെയ്യുന്നത് പിന്നീട് അത് ഉപദ്രവമായി മാറും. ഇത്തരം ജാതകരുടെ ഒരു പ്രശ്നവും അത് തന്നെയാണ്. ലഗ്നത്തിലേക്ക് രാഹു, ലഗ്നത്തിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ഇത്തരം ചിന്താഗതികൾ, നല്ലതേത് ചീത്തയേത് എന്ന് മനസ്സിലാക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുക വഴി അബദ്ധങ്ങൾ പിണയുക സർവ്വസാധാരണം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ രാഹു ഗുളികനൊക്കെ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്താൽ എടുത്ത് ചാടി പ്രവർത്തിക്കുന്ന ഒരു ശീലമുണ്ടാകും. അത് നല്ലതുമല്ല. കാരണം ജീവിതത്തിന് എപ്പോഴും വേണ്ടുന്നത് ആലോചിച്ച് കാര്യങ്ങളെ കണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് കൂടുതൽ റിസൾട്ടും ഉണ്ടാവുക. അതുപോലെ ഇദ്ദേഹം ഒന്ന് ശ്രമിച്ചാൽ കൃത്യമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ഉച്ചസ്ഥനായിട്ടുള്ള ശുക്രനോടൊത്ത് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോട് ഇദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞാൽ 2-ൽ ഉച്ചസ്ഥനായി കുജനുണ്ട്. ഇദ്ദേഹം കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങി വിജയിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതിനൊരു കൃത്യമായിട്ടൊരു സമയമുണ്ട്. അത് വിളിച്ച ആളുമായിട്ട് അതിന് കൃത്യമായിട്ട് ചെറിയ 1-2 കാര്യങ്ങൾ പരിഹാരങ്ങളായിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാഴ ലഗ്നമാണ്. പരിഹാരം ചെയ്യാൻ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് വളരെ എളുപ്പവുമാണ്. ഭാഗ്യകാരകനാണ് ഏതൊരു ഗ്രഹനിലയിലും വ്യാഴമെന്ന് പറയുന്നത്. അപ്പോൾ അത് ലഗ്നാധിപനായിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പരിഹാരം ചെയ്യുക കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കേതു ദശയിലായിരുന്നു ജനനം. 76 വരെ കേതു, ശേഷം 20 കൊല്ലം ശുക്രൻ, ശേഷം 6 കൊല്ലം സൂര്യൻ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം 7 കൊല്ലം ചൊവ്വ അഥവാ കുജൻ, ശേഷം 18 കൊല്ലം 2037 വരെ രാഹു, ശേഷം വ്യാഴം 2053 വരെ, ശേഷം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ശനി. എങ്ങനെയുള്ള രാഹു? 2-ൽ ധനസ്ഥാനത്ത് ഉച്ചസ്ഥനായ കുജനോടൊത്ത് നിൽക്കുന്ന രാഹു. ശനി ലഗ്നാൽ 6-ൽ 2-ാം ഭാവാധിപത്യവും 3-ാം ഭാവാധിപത്യവും വഹിച്ചു നിൽക്കുന്ന ശനി. കാര്യങ്ങൾ ശനി ആയതുകൊണ്ട് തന്നെ ഒരല്പം ഡിലേ, താമസം. ഇന്ന് നടക്കേണ്ടത് 2 ദിവസം കഴിഞ്ഞ് പതുക്കെ സമാധാനത്തിൽ നടക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. മന്ദൻ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം അതാണ് ശനി. അതിനുശേഷം വരുന്ന ബുധൻ്റെ അപഹാരത്തെ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ തന്നെയുള്ള ഉയർച്ചയും കാര്യങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായി തന്നെ പരിഹാരങ്ങൾ കൂടെ ചെയ്ത് പോകുക വഴി ഒരുപാട് ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ഉയർച്ച നേടാൻ സാധ്യത ഉള്ള ഒരു ഗ്രഹനിലയാണത്, വ്യക്തിയുമാണത്. ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന തെറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള മനസ്സ് കൂടെ കാണിച്ചാൽ അദ്ദേഹം അത് കാണിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തൊഴിൽപരമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും ധനപരമായിട്ടുമൊക്കെ വ്യാഴലഗ്നമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുണ്ട്. എന്നാൽ സഹായം ചിലപ്പോൾ ഉപദ്രവമായി മാറുമെന്നേ ഉള്ളൂ. അത് അദ്ദേഹം അറിഞ്ഞു ചെയ്യുന്നതല്ല, ചിലപ്പോൾ അറിയാതെ തന്നെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഈ ഗ്രഹനിലയുടെ സ്വഭാവം അങ്ങനെയാണ്. ലഗ്നത്തിലേക്ക് രാഹു ഗുളികൻ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്വല്പം ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ, പ്രവൃത്തികളൊക്കെ ഉണ്ടാകും. സർവ്വസാധാരണ തന്നെയാണ്. പക്ഷേ വ്യാഴലഗ്നമായതുകൊണ്ട് തന്നെ അത് ഇന്നതാണ് തെറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള ഒരു മനസ്സ് ഇദ്ദേഹം കാണിക്കും. അത് കാണിക്കുന്നുണ്ട്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.